ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള എനർജീസ് ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ പേഴ്സൻ്റെ എനർജി തന്നെയാണ് വളരെ മെയിനായിട്ട് നോക്കുന്നത്. എങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ്, അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു ഓവറോൾ ആറ്റിറ്റ്യൂഡ് റിലേഷൻഷിപ്പിനോടുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ കറൻലി ഒരു റിലേഷൻഷിപ്പിനോട് നിങ്ങളുടെ ഒരു ആഭിമുഖ്യം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Page of Wands, 10 of Wands, Nine of Wands, Tower, King of Cups, Seven of Swords, Page of Swords, ജസ്റ്റിസ്. ഒരു കാർഡ് കൂടി എടുക്കാം. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ആകെ ഡ്രെയിൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് എവിടെയാണോ നിങ്ങൾ ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്തത്, എവിടെയാണോ പ്രതീക്ഷയോടെ നോക്കി കണ്ടത്, ആ ഒരു കാര്യത്തിൽ തന്നെ തളർന്നു പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ചൂട്, അങ്ങനെ തന്നെ പറയാം, അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിട്ടുണ്ടാവാം. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള, മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ്. ഹെവി റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു ഹെവി റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉപേക്ഷിച്ച് ഇതിനകത്ത് മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പല 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 മാർഗങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയാവുന്നതിലും അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഓരോ വ്യക്തിയും നമ്മളുടെ എനർജി ഡ്രെയിൻഡ് ഔട്ടായി പോകുന്നൊരവസ്ഥയിൽ എത്താറുണ്ട്. എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ഹാർഡ്ഷിപ്സ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷെ ഇത്രയുമായിട്ടും നിങ്ങൾ ഇത്രയൊക്കെ അനുഭവിച്ചു, എന്നാൽ അത് താഴെ വെച്ച് ഇറങ്ങിപ്പോകുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോന്നിട്ടില്ല. സ്റ്റിൽ ഈ ഒരു ബുദ്ധിമുട്ടിലും തളർച്ചയിലും ഒക്കെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ ഇനിയും റെഡിയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടും കംപ്ലീറ്റ്ലി ഇത് വേണ്ടാന്ന് വെച്ചൊഴിഞ്ഞു പോരാനായിട്ട് തയ്യാറാവാത്ത മാനസികാവസ്ഥയുള്ള ആരൊക്കെയോ ആണ്. ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ ഒരു റിസൾട്ടും ഉണ്ടായില്ല. അപ്പോൾ ചിലവർക്കൊക്കെ നമുക്ക് അറിയാം, അവർക്ക് കുറച്ചൊരു കഷ്ടപ്പാടും കാര്യങ്ങളും കഴിഞ്ഞ് റിസൾട്ട് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കഷ്ടപ്പാടിന് ഫലം കിട്ടിയെന്ന് തോന്നുന്ന ആൾക്കാർ. പക്ഷെ ചിലവരുടെ ലൈഫിൽ, ഇതിപ്പോൾ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, വേറെ പല കാര്യങ്ങളിലും ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർ ഒരുപാട് കഷ്ടപ്പെടും, ഒരു 100/100 കൊടുക്കും. പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർ വിചാരിച്ചൊരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറി വരുമ്പോൾ ആരൊക്കെ നമ്മളെ ചവിട്ടി താഴെ ഇടുന്ന പോലെ വീണ്ടും താഴെ പോവുക, വീണ്ടും ഒന്നേന്ന് തുടങ്ങുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി കണ്ടിട്ട്, നിങ്ങളുടെ എനർജി കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അതായത് എത്രയൊക്കെ ബുദ്ധിമുട്ടും സ്ട്രഗിൾസും സ്വന്തം ചിലപ്പോൾ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം പോലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ മറ്റുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈഗോ ക്ലാഷസും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി വേണമെങ്കിൽ ഏതറ്റം വരെയും പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ എത്ര താണ് കൊടുക്കാനും നിങ്ങൾക്ക് ചിലപ്പോൾ മടി ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. അത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ വിചാരിച്ചൊരു റിസൾട്ട് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ആ ഒരു റിസൾട്ട് ഇല്ലാത്ത വ്യക്തികളുടെ എനർജിയാണ്. നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ആരിലാണോ ഹോപ്പ് വെച്ചത്,
ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചീറ്റിംഗ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളിവിടെ ജീവൻ കൊടുത്ത് നിൽക്കാനും തയ്യാറായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ എന്താണോ അത് മരവിച്ചു പോയി, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള കോൺഫിഡൻസ് ആയിരിക്കാം ഒറ്റ നിമിഷം കൊണ്ട് ഇടിഞ്ഞില്ലാണ്ടായി പോയത്. നിങ്ങളോടൊപ്പം ഏത് സാഹചര്യത്തിലും സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്ന് പറയുന്ന വ്യക്തി, വിചാരിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒരു ദുർഘട സാഹചര്യം വന്നപ്പോൾ ഒന്നും ചെയ്യാതെ വളരെ അവരവരുടെ വഴിക്ക് നോക്കി പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് സ്വന്തം കാര്യത്തിന് ഒരു പ്രയോറിറ്റി കൊടുത്ത് പോയിട്ടുണ്ടാവാം. അപ്പം അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ദുസ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരു ചീറ്റിങ്ങും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മൂലം എന്തൊക്കെ സഹിക്കാമോ അതെല്ലാം പല രീതിയിലൂടെ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നമുക്കിപ്പോൾ വളരെ ഹെവി ആയിട്ട് കാണാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് സന്തോഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇനിഷ്യലി ആയിരിക്കണം അത്. പക്ഷേ സ്റ്റിൽ ചിലപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം നിങ്ങളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും പല കാര്യങ്ങളുടെയും ക്ലാരിറ്റി കിട്ടാനായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊരു പാർഷ്യലി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് അറിവ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പൂർണ്ണമായിട്ടും ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ഈ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതൊന്നും അറിയാതിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ വാച്ച് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ കൂടുതൽ ഒരു ക്ലാരിറ്റി സീക്കിങ് നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നീതി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജി ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാം. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസിൽ വിശ്വസിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഞാൻ ഇതിനകത്ത് ജെനുവിനായിട്ട് നിന്ന വ്യക്തിയാണ്. എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളൊരു ഫലം യൂണിവേഴ്സ് തരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം ഈ ഒരു കഷ്ടപ്പാടിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ചില റിലേഷൻഷിപ്സിലൊക്കെ നമുക്ക് കാണാം, ആ ഒരു പേഴ്സൺ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് മുറിവേൽപ്പിക്കുന്നുണ്ടാവാം, ദ്രോഹിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ് 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 ഒരിക്കലും നമുക്ക് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വാക്കുകൾ വരെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും പറയാതെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. അതിനേക്കാൾ നമ്മളെ മാനസികമായിട്ട് പിരിമുറുക്കത്തിലേക്ക് എത്തിക്കും. സംസാരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു ഉള്ളിലിരിപ്പെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതേസമയം എന്ത് കാര്യത്തിനും മൗനമായിട്ടിരിക്കുന്ന, മുഖം തരാതിരിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു നമ്മൾ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിന് മുഖം തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ടയേർഡായി പോവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലത്തേക്ക് ഒരു അവസ്ഥയാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിൽ ഹോപ്പ് നമുക്കിവിടെ കാണാം. ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോയിട്ടില്ല, പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരവസാനമുണ്ടാവും എന്ന് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ എനർജീസാണ്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ചിലവരൊക്കെ അങ്ങനെ ആയിരിക്കണം എന്നില്ല, നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവും. ചിലവർ അങ്ങനെ ആയിരിക്കണം എന്നില്ല, കഷ്ടപ്പാടിന് അകത്താണെന്നുണ്ടെങ്കിൽ പേഴ്സൺ തിരിച്ചു വന്നിട്ടുള്ളവരുണ്ടാവാം. ഇവിടെ ആ ഒരു ഐസൊലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിൽ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഓക്കെ ആവാത്ത, അതുപോലെ തന്നെ മാനസികമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത, പല കാര്യങ്ങളും ഇനി അറിയാൻ ബാക്കി കിടക്കുന്ന ആരുടെയൊക്കെ എനർജിയാണ് അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ മനസ്സിൽ കരുതിയിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അവരെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. Eight of Pentacles, Six of Cups, Eight of Swords, Star, Two of Swords,
Ace of Pentacles, Ace of Swords, Nine of Wands, Page of Swords, Five of Cups, Ace of Wands, Five of Swords, Two of Pentacles, Four of Pentacles, Page of Wands, The Empress. ഒരു കാർഡ് കൂടി എടുക്കാം. Four of Wands. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളതാണ്. അതായത് ശരി തെറ്റുകൾ അവർക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ ചിലവരുടെ കേസസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അത് സ്വയമേ പോലും അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇല്ല, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാൻ ക്ലിയർ ആണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സണ് അവർ നിങ്ങളോട് ചെയ്തത് എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റം ആയിക്കോട്ടെ, അതെല്ലാം എങ്ങനെയാണ് എന്നുള്ള സ്വയം വിലയിരുത്തൽ നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആ ഒരു റിഗ്രറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാം അവർ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നിട്ടില്ല. അതുപോലെ വളരെ ക്ലിയർ ആയിട്ട് അവർക്കൊരു ക്ലിയർ പിക്ചറുണ്ട്. ആ ഒരു കുറ്റബോധം തന്നെ അവരെ അലട്ടുന്നതായിട്ടും നമുക്കിവിടെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരുടെയും കൂടി ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി നോ കോണ്ടാക്റ്റിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ. എങ്ങനെ പോയാലും ആ ഒരു സൈലൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്കിടയിലും കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോഴൊക്കെ അവർക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ചെയ്തു പോയത് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ലായിരുന്നു വേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു വിഷമവും സങ്കടമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരു പേഴ്സണും കൂടിയാണ്. ഈ ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കാം, അങ്ങനെ നിങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ അന്വേഷിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്, അറിയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ വളരെ ഹൈഡിങ് ആയിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ ചെയ്യുന്നത്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസസീവ് ആയിട്ടുള്ളൊരു പേഴ്സണും കൂടിയായിരിക്കും. അപ്പോൾ ഈ ഒരു പൊസസീവ്നെസ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു വ്യക്തിയായിട്ട് നമ്മളിപ്പോൾ സെപ്പറേഷനിലാണ്, മിണ്ടുന്നില്ല. ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പായി പോയവർ വരെ ഉണ്ടാവാം. ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ബ്രേക്കപ്പായി പോയി കഴിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തിക്ക് മറ്റാരെങ്കിലും അവരുടെ ലൈഫിൽ കയറി വന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും എൻ്റർ ആയി എന്ന് കാണുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. അത് ഈ ഒരു പേഴ്സൻ്റെ കാര്യമല്ല പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്സിനെ കൂടി കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പൊസസീവ്നെസ് വരുമ്പോഴുള്ളൊരു കാര്യം അതാണ്. നമ്മൾ എത്ര വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്ര അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, ആ ഒരു വ്യക്തി നമ്മളുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും പോയി, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഇനി പുതിയൊരു വ്യക്തിയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊന്ന് പാനിക്കാവുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവർ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസസീവായിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നത് അവരുടെ ഒരു കോൺഫിഡൻസ് കൂടി കൊണ്ടായിരിക്കാം. അതായത് നിങ്ങളൊരിക്കലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവരെ വിട്ടു പോവില്ല എന്നുള്ള അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ്, നിങ്ങൾ അതിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് പോയിട്ടില്ല. ഇത്രയൊക്കെ തടസ്സം ബുദ്ധിമുട്ടുണ്ടായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു നീതി കിട്ടും, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇത് കൊണ്ടുവന്ന് തരും എന്നൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇവർക്കും ഇത് നന്നായിട്ട് അറിയായിരിക്കും. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പറയില്ല, ആകാശം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് വേണ്ടെന്ന് വെക്കാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചും ഉണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരു നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട്, മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ താല്പര്യപ്പെടുന്നതായിട്ടുള്ള ആ ഒരു ഈഗർനെസ് ഒക്കെ നമുക്ക് കാണാം. ഇവിടെ അതുപോലെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ ഏസ് ഓഫ് വാൺസ് എനർജീസ് എല്ലാം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള ആ ഒരു എനർജി ഒരുപാട് ഈ ഒരു പേഴ്സണിലുണ്ട്. നിങ്ങളുടെ ബന്ധം ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ പോലും നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം.
അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും തികച്ചും ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നു കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീകൺസിലേഷൻ എല്ലാം ഇവരുടെ മൈൻഡിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണും. സ്ട്രോങ് റീകൺസിലേഷനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്. അപ്പം അതുകൊണ്ടാണ് അവർ മനസ്സാഗ്രഹിച്ചിട്ടും അതുപോലെ ചിലപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് കൈവിട്ട് കളയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം. അത് ചിലർക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ ഫാമിലി ആയിരിക്കാം. ചിലപ്പോൾ ഫാമിലിക്ക് നിങ്ങളെ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും കരിയർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അത് വളരെ കുറച്ച് വ്യക്തികൾക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. വേറെ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റക്കായി പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോലും ചിലപ്പോൾ തേർഡ് പാർട്ടി ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ അത് റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് എങ്ങനെ ഉപേക്ഷിക്കുന്ന ഓർത്ത് മടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലുള്ളൊരു സംഗതി ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റക്നെസ് ഇതിൽ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഒരു ടവർ സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു തേർഡ് പാർട്ടി എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റക്നെസ് ഉള്ളതായിട്ട് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരൊരു ആക്ഷൻ എടുക്കാൻ നേരത്ത് ആ ഒരു കൺഫ്യൂഷൻ നമുക്കിവിടെ കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ടു ഓഫ് സോഡ്സ് എനർജി, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജി, ആ ഒരു ടു എനർജീസ് നമുക്ക് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. അതായത് ഒരു ചോയ്സാണ്. അപ്പോൾ മറ്റൊരു കാര്യം നിലവിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ എന്ത് സിറ്റുവേഷനും ആവാം. അപ്പോൾ അത് കടന്നിട്ട് വേണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പാടില്ലാത്തൊരു അവസ്ഥയും കൂടിയായിരിക്കും. അപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആശങ്കയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇവർ സ്റ്റക്കാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു മൈൻഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ പ്ലാൻ ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കാര്യത്തോടടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പേടി, ആ ഒരു ആങ്സൈറ്റി, ഫിയർ കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് കയറി വരുന്നുണ്ടാവും. അപ്പോൾ അവർ കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ധൈര്യപൂർവ്വം ഒരു ആക്ഷൻ എടുക്കാൻ നേരത്ത് വരുന്ന ഒരു ഫിയർ, ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അതിനകത്തൊരു സെൽഫിഷ്നെസ് കൂടി ഉണ്ട് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ ഇന്ന പോലെ ഒരു ആക്ഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി തകർന്നു പോകുമോ എന്നുള്ളൊരു ഭയം കൂടി അതിനകത്തുണ്ട്. ഒരുപക്ഷെ നിങ്ങളിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്ത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ലൈഫിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടീനെ എതിർക്കാൻ തക്ക ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പേടി, പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് മടിഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അത് നമുക്കിവിടെ കാണാം. അപ്പോൾ അതാണ് ഒരു കുറ്റബോധം, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തു പോയ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിഷമമായിട്ടൊക്കെ മനസ്സിൽ നിൽക്കുന്നത്. ചിലപ്പോൾ എനിക്കൊരു ആക്ഷൻ എടുക്കാമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു സ്ഥിതിയിലെത്തില്ലായിരുന്നു എന്നൊക്കെയുള്ളൊരു ചിന്തകളും കൂടിയായിരിക്കാം. അപ്പോൾ നിങ്ങളില്ലാതെ എന്ത് നേടിയാലും അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും അതൊരു ഹോളോ വിക്ടറി ആയിട്ടാണ് സംഭവിക്കുക എന്നുള്ളത് അവർക്കറിയാം. അതായത് നമ്മൾ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മളോടൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളും കൂടി നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അതേസമയം നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടും നമ്മൾ ആരാണോ നമ്മളോടൊപ്പം വേണം, അല്ലാന്നുണ്ടെങ്കിൽ ആരാണോ അത് കണ്ട് നമ്മളോടൊപ്പം സന്തോഷിക്കേണ്ടത്, ആ ഒരു വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒരർത്ഥമില്ലാത്തത് പോലെ ആയിപ്പോവും. എന്ന് പറഞ്ഞതുപോലെ ഈ പേഴ്സൺ അറിയാം നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് നേടിയിട്ടും വലിയൊരു കാര്യമില്ല എന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു സ്റ്റക്നെസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആക്ഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം പേജ് ഓഫ് വാൺസ്, എംപ്രസ് ആൻഡ് ഫോർ ഓഫ് വാൺസ് എനർജീസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവ് ഒരുപാട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നല്ല രീതിയിലുള്ള എഫേർട്ട് എടുക്കണം, എങ്കിലേ ആ ഒരു രീതിയിലേക്കുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർക്കറിയാം അവരുടെ തെറ്റും ശരികളും, അല്ലെങ്കിൽ അവർ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു എഫേർട്ട് ഇട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓവറോൾ ആയിട്ട് അവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇത് വിട്ട് കളഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു എനർജിയിലും കാണുന്നത് അത് തന്നെയാണ്.
ഒരുപാട് തടസ്സങ്ങളുണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയാൻ അവരെ കൊണ്ടും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് വോയിസ് എങ്ങനെയാണെന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഗിൽറ്റിയാണ് ഫസ്റ്റിന് വന്നിട്ടുള്ളത്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. നമ്മളിവിടെ പറഞ്ഞ കാര്യമാണ്, അവർക്കുള്ളുകൊണ്ട് ഒരു കുറ്റബോധമുണ്ട് എന്നുള്ളത്. അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സെയിം കാര്യം തന്നെയാണ് വന്നിട്ടുള്ളത്. ഐ എം എഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ എടുക്കാൻ വൈകിപ്പോയോ എന്ന് പോലും ആ ഒരു പേഴ്സൺ സംശയിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു നോ കോൺടാക്റ്റ് പീരീഡൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ സമയം കടന്ന് പോകുന്തോറും ഉള്ള ഒരു പേടിയും കൂടി ആയിരിക്കാം. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാനായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഐ വാസൻ ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒട്ടും സന്തോഷത്തോടെയല്ല പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. എന്തായാലും അവരെക്കാളും ഒരുപാട് മികച്ചൊരു വ്യക്തി തന്നെയാണ് നിങ്ങളെന്നവർ ചിന്തിക്കുന്നുണ്ട്. ബ്രോക്കൺ ഐ ഫീൽ ഷാറ്റേർഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. അതിലൊരുപാട് തകർന്നിരിക്കുകയാണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കൂടി എടുക്കാം. ഐ വാണ്ട് ടു ടെൽ യു ദി ട്രൂത്ത്. നിങ്ങളോട് ചില സത്യങ്ങൾ പറയാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, രണ്ടുപേരും രണ്ടറ്റത്ത് നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുമാണ് രണ്ട് വ്യക്തികളുള്ളത്. നിങ്ങളുടെ മനസ്സുകൾ ഒരുപാട് കൂടിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പല തടസ്സങ്ങളുള്ളതുകൊണ്ട് വിചാരിക്കുന്ന ഒരു രീതിയിലേക്ക് അതിനുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കിവിടെ കണ്ടതാണ്. തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ പോവുക. അപ്പം നിങ്ങളുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്, സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.